ഭീകരതയുടെ ചേംബറാണ് ഹിന്ദുയിസം എന്നാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളത് ഹിന്ദു രാജ്യമാകുക എന്നതാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഫലമായിട്ടായിരിക്കുമോ അംബേദ്കർ എന്ന പേരിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാകുന്നു എന്ന രൂപത്തിൽ ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചത്? പക്ഷേ ഇപ്പോൾ അഡ്വക്കേറ്റ് ജയസൂര്യൻ നേരെ തിരിച്ചാണ് പറയുന്നത്. അംബേദ്കർ ഞങ്ങളുടെ അംബേദ്കറാണ് എന്ന രൂപത്തിലാണ് പറയുന്നത്. അംബേദ്കറെ എല്ലാ കാലത്തും ഞങ്ങളാണ് പിന്തുണച്ചിട്ടുള്ളത് എന്ന വാദവും മുന്നോട്ട് വയ്ക്കുന്നു. ഇവിടെ സ്മൃതി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭരണഘടനയുടെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ, ഭരണഘടനാ ചർച്ച പാർലമെൻറ്റിൽ നടക്കുന്ന വേളയിൽ തന്നെ ഡോക്ടർ BR അംബേദ്കറുടെ ലെഗസിയുടെ നേരവകാശികളായി ഇന്ത്യ സഖ്യവും NDA സഖ്യവും പരസ്പരം മത്സരിക്കുന്നത് കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ഇത് മനസ്സിലാക്കണമെങ്കിൽ പോസ്റ്റ് അംബേദ്കർ ഇന്ത്യയിൽ രണ്ടായി ആ ചരിത്രത്തെ വീതിച്ച് മാത്രമേ നമുക്ക് കാണാനാവൂ. ആദ്യപാദത്തിൽ ഒരു 80-കൾ 90-കൾ വരെയുള്ള ആദ്യ പാദത്തിൽ യഥാർത്ഥത്തിൽ അംബേദ്കർ രണ്ട് ശക്തികളോട് ഒരുപോലെ പൊരുതിയിരുന്നു. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച ഹൈന്ദവ ദേശീയതയുടെ പ്രതീകങ്ങളായ ശക്തികളോട് പൊരുതിയിരുന്നു. ഹിന്ദു കോഡ് ബില്ല് വന്നപ്പോൾ അതിനെ കഠിനമായി എതിർത്ത ഹൈന്ദവ സംഘടനകൾ, അത് BJPയുടെ മുൻരൂപമായ ജനസംഘാകട്ടെ, ഹിന്ദു മഹാസഭയാകട്ടെ, അതുമായി ബന്ധപ്പെട്ട സംഘടനകളാകട്ടെ, ആ സംഘടനകളുടെ സമ്മർദ്ദം കൂടി കൊണ്ടാണ് അത് അംബേദ്കർ ഉദ്ദേശിച്ച രീതിയിൽ അത് പാസ്സാക്കാനാവാതെ വന്നതും. അതിനോട് കലഹിച്ചാണ് ഒരു പരിധിവരെ അംബേദ്കർ ഈ കോൺഗ്രസുമായി കലഹിച്ചത്. കൊണ്ടാണ്. അങ്ങനെയാണ് അംബേദ്കർ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുന്നത്. അതായത് ഒരു കാരണം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ പറയുന്ന അംബേദ്കർ അതിശക്തമായി ഇന്ത്യയുടെ വിദേശ നയത്തെ, അതായത് നെഹ്റുവിൻ്റെ വിദേശ നയത്തെ എല്ലാവരും പുകഴ്ത്തുമ്പോഴും അംബേദ്കർ ശക്തമായി വിമർശിച്ചു. അതിന് പൊതുവേ ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി പറയുന്ന കാരണങ്ങളല്ല അതിൻ്റെ യഥാർത്ഥ കാരണം. ഇന്ത്യയുടെ GDPയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബഡ്ജറ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഒരു നല്ല പകുതിയോളം ഡിഫൻസിന് വേണ്ടി ചെലവഴിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? രാജ്യത്തിൻ്റെ വിദേശ നയത്തിൽ പോരായ്മകൾ വരുമ്പോഴാണ്, അയൽ രാജ്യങ്ങളുമായ ബന്ധം വികലമാക്കുമ്പോഴാണ് വലിയ തുക ഡിഫൻസിനായി, പ്രതിരോധത്തിനായി മാറ്റിവെക്കേണ്ടത്. അത് സാധാരണ ജനത്തിൻ്റെ അവശ്യ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി, ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി നീക്കിവെക്കാനുള്ള പണമാണ് അനാവശ്യമായി ഡിഫൻസിന് വേണ്ടി ഓവർ സ്പെൻഡിങ്ങിൻ്റെ രൂപത്തിൽ ചെലവഴിക്കപ്പെടുന്നത് എന്ന ഒരു ആക്ഷേപം അതിശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ വിദേശ നയത്തെ എതിർത്തു എന്നത് നേരിട്ടല്ല സംഭവിച്ചിരിക്കുന്നത്. അതിനുള്ള കാരണം ഇതാണ്. മൂന്നാമത്, ഒരു തർക്ക മേഖല നെഹ്റുവുമായും അതുപോലെ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ്മെൻറ്റുമായും ഉണ്ടായ ഒരു തർക്ക മേഖല എന്ന് പറയുന്നത് കാശ്മീറാണ്. കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എന്നതല്ല അവിടുത്തെ തർക്ക വിഷയം. സ്പെഷ്യൽ സ്റ്റേറ്റസ് ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നില്ല, മറിച്ച് റെഫറൻഡം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു സമയക്രമം. അത് മാത്രമല്ല, അതിൽ ആരെ പങ്കെടുപ്പിക്കണം, അത് കാശ്മീരിൻ്റെ ജമ്മു വിഭാഗം, അതുപോലെ കാശ്മീർ താഴ്വര, ശ്രീനഗർ വാലി, അതോടൊപ്പം തന്നെ ലഡാക്ക് മേഖല, ഇവിടെ എല്ലാം ഉള്ള ചില ജനങ്ങൾക്ക്, ചില വിഭാഗങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ചേരണമെന്നുള്ള അദമ്യമായ ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ റെഫറൻഡത്തിൽ കൂടി ആ ആഗ്രഹം പൂർണ്ണമായി പ്രതിഫലിക്കപ്പെടില്ല. കാശ്മീർ വാലിക്ക് ഡോമിനേഷൻ ലഭിക്കുന്ന ഒരു അന്തരീക്ഷം ഇന്ത്യയുടെ ദേശീയതയ്ക്ക് അത്ര നല്ലതല്ല എന്ന ഒരു ചിന്തയിലാണ് അത് എതിർത്തത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ അംബേദ്കറിൻ്റെ നിലപാടുകൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരാണ് എന്ന് പറയുമ്പോഴും അത് നെഹ്റുവിനോടുള്ള വിയോജിപ്പുണ്ട്, കോൺഗ്രസ് പാർട്ടിയുടെ അന്നത്തെ നയങ്ങളോടുള്ള വിയോജിപ്പുണ്ട്. അതിനേക്കാൾ ശക്തമായ വിയോജിപ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ രൂപമായ സംഘടനകളുമായി ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ കാലമേറെ കഴിഞ്ഞു, 90-കൾ കഴിഞ്ഞു. അംബേദ്കർ ലെഗസിയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറായില്ല. ശരിയാണ് ശ്രീമതി സ്മൃതി പറഞ്ഞത്. ഈ അംബേദ്കറിനെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായി കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടി ജയിപ്പിച്ചു എടുത്തതാണ്. പക്ഷെ അതിനുശേഷം അംബേദ്കർ മത്സരിക്കാൻ തയ്യാറായപ്പോൾ കോൺഗ്രസുമായി കലഹിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം മത്സരിക്കാൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെടുത്താൻ മുന്നിട്ട് നിന്നത് വിഖ്യാതനായ നെഹ്റു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളാണ്. അതും വിസ്മരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം പോലും പൊതു ഇടങ്ങളിൽ വരാതിരിക്കാനും അംബേദ്കർ ലെഗസിയെ പൂർണ്ണമായി തമസ്കരിക്കാനും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നെഹ്റുവിയൻ കാലഘട്ടം മുതൽ തീവ്രമായ പരിശ്രമങ്ങൾ ഉണ്ടായി എന്നതും ചരിത്രത്തിലെ സത്യമായ കാര്യമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.